ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മോണിറ്റർ ആണ്, ഒരു ഡെല്ലിന്റെ മോണിറ്റർ. വലിയ സൈസ് ആയതുകൊണ്ട് എനിക്ക് ടേബിൾ തന്നെ സ്ഥലമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്താലോ? ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു വീഡിയോ. ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതില് യൂസേഴ്സ് മാനുവൽ ഉണ്ട്, പിന്നെ അതിന് ഗൈഡൊക്കെ വരുന്നുണ്ട്. നല്ലൊരു പവർ കോഡ് തന്നെ വരുന്നുണ്ട്, നല്ലൊരു ഹൈ ക്വാളിറ്റി വരുന്ന സ്റ്റാൻഡിന്റെ ബേസ് ആണ് വരുന്നത്. സ്ട്രോങ് ആണ് വരുന്നത്, പ്ലാസ്റ്റിക് വിത്ത്. ഇതിന്റെ കൂടെ USB ടൈപ്പ് എ ടൈപ്പ് ബി കേബിൾ വരുന്നുണ്ട്, പിന്നെ DB കേബിൾ വരുന്നുണ്ട്. ഞാനിവിടെ ബോക്സ് ഞാനിവിടെ മാറ്റാണ് ചെയ്യുന്നത്. ഇതിന്റെ ലെഗ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഫിനിഷിംഗ് ആണ് വരുന്നത്, ഒരു അലുമിനിയം കോട്ടിംഗ് ആണ് വരുന്നത് ഇതില്. ഇങ്ങനെയാണ് നമ്മുടെ മോണിറ്റർ വരുന്നത്. ഒന്ന് നമുക്ക് മോണിറ്റർ ഫിറ്റ് ചെയ്യാൻ ഇറങ്ങാം. നമുക്ക് മോണിറ്റർ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഈ ലെഗ് ഞാൻ എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡാണ്. ഞാനിവിടെ മോണിറ്റർ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതെനിക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്യാൻ പറ്റും. ഏത് ഡയറക്ഷനിലാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ഇതേപോലെ ടിൽറ്റ് ചെയ്യാൻ പറ്റും. ടിൽറ്റ് ചെയ്തതിന്റെ ശേഷം ഇനി ഇതേപോലെ മുകളിലേക്കും താഴോട്ടുള്ള രീതിയിൽ ഈ ഡയറക്ഷൻ എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്തതിന്റെ ശേഷം ഇതിൽ മെയിനായിട്ട് അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വരുന്നുണ്ട്. ഇതേപോലെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും എനിക്ക് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡില് നിങ്ങൾക്ക് ഇവിടെ പവർ കോഡ് കാണാം. പിന്നെ അതിന്റെ താഴെ HDMI പോർട്ട് കാണാം. പിന്നെ അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസ്പ്ലേ പോർട്ടാണ്. പിന്നെ അതിന്റെ താഴെ ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് USB-C പോർട്ടാണ് വരുന്നത്. പിന്നെ 2 USB-A പോർട്ട് വരുന്നുണ്ട്. പിന്നെ എത്തർനെറ്റ് കേബിൾ ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഏരിയയില് 2 USB-A 3.0 പോർട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇത് എനിക്ക് ഇതേപോലെ ഹൈറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ ഹൈറ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാനിവിടെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് പഴയ പൊസിഷനിൽ ഞാൻ ഇവിടെ വെക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിയർ ഇവിടെ ഒരു എൻഡ് പോയിന്റ് എന്നുള്ള രീതിയിൽ ഇവിടെ നിൽക്കുന്നില്ല. കാരണം ഇത് എനിക്ക് ഇവിടെ സ്ട്രൈറ്റ് ആണോ അതോ ചെറുങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതിൽ ക്ലിയർ ഇതിലിപ്പോ ഞാൻ ഇവിടെ തിരിക്കുകയാണെങ്കിൽ ഇത് ക്ലിയർ ഇവിടെ തട്ടി നിൽക്കുന്നത് ഇത് എൻഡ് പോയിന്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ എനിക്ക് ഇവിടെയും ഇതേപോലെ എന്തെങ്കിലും ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റെക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഒരു ബാക്ക് സൈഡിൽ എന്തെങ്കിലും ഒരു മാർക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രൈറ്റ് ലെവലാണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ ചെറിയൊരു എനിക്ക് തോന്നാണോ എന്ന് അറിയില്ല. പിന്നെ ഇതിന്റെ പവർ ബട്ടൺ എവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പവർ ബട്ടൺ വരുന്നത് ഈ ബാക്ക് സൈഡിലാണ് വരുന്നത്. പിന്നെ അതിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാം, അതാണ് നാവിഗേഷൻ പാനൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ഹാൻഡിലിന്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഓരോ ഹോൾസ് വരുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടാണല്ലോ നമ്മൾ കേബിൾ ഇടുന്നത്. കേബിൾ ഇട്ടിട്ട് ഈ ലൈനിൽ കൂടെ ബാക്ക് സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് സൈഡിൽ കേബിളൊക്കെ നിറഞ്ഞ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ബോറായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവരോരോ ഹോൾസ് വെച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേബിളൊക്കെ ഇട്ടിട്ട് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം.
നിങ്ങൾക്ക് വീഡിയോ കണക്ട് ചെയ്തത് കാണാം. ഇവിടെ ഞാൻ HDMI ആയിട്ടാണ് കേബിൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കേബിൾ പോകുന്നത് ഈ രീതിയിലാണ് പോകുന്നത്. അത്ര വലിയ ബോറൊന്നുമില്ല. ഞാൻ ലാപ്ടോപ്പിൽ ഇവിടെ തന്നെ വെച്ചതുകൊണ്ടാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കേബിൾ കാണാൻ പറ്റുന്നത്. കേബിൾ മാനേജ്മെന്റ് ഒന്നും വലിയ ബോറായിട്ട് വരില്ല. ഈ ബാക്ക് സൈഡ് വരുന്നതുകൊണ്ട് താഴോട്ടൊക്കെ കേബിൾ വെച്ചിട്ട് എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിന്റെ വർക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ഏത് ഡയറക്ഷനിലും വേണമെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. താഴോട്ടാണെങ്കിലും മുകളിലൊക്കെ ആണെങ്കിലും, പിന്നെ ഇതിന്റെ ഹൈറ്റ് ആണെങ്കിലും ഏത് ഡയറക്ഷനിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കോൺഫറൻസ് കോളോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഈ മോണിറ്റർ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു. വേറെ ബ്രാൻഡ് ഉണ്ട്, സാംസങ്ങിന്റെ ഒരു 10K ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. ഇത് 15K വരുന്നുണ്ട്. അത് 10Kയില് നമുക്ക് ഇതേപോലെ മോണിറ്റർ ഏത് ഡയറക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഡിസൈനേഴ്സിനൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഓഫീസിൽ ജസ്റ്റ് ഒരു എക്സൽ പർപ്പസോ അല്ലെങ്കിൽ വേർഡ് പർപ്പസിനോ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു സിംഗിൾ പൊസിഷനിൽ വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ഒരു പ്രോബ്ലം വരുന്നില്ല. അപ്പോ നമ്മള് വീഡിയോ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു.